പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. ദുബായിലെ പ്രധാനപ്പെട്ട 2 വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പരിശോധനയ്ക്കിടെ പിടിയിലായ ഒരു ഭിക്ഷാടകന് സ്വന്തമായി 3 ആഡംബര കാറുകൾ. ജനങ്ങളുടെ കാരണത്തിൽ ചൂഷണം ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന വ്യാജ ഭിക്ഷാടകരുടെ വിവരങ്ങളാണ് ദുബായ് പോലീസ് പുറത്തുവിട്ടത്. അടുത്തിടെ നടന്ന പരിശോധനയ്ക്കിടെ പിടിയിലായ ഒരു ഭിക്ഷക്കാരന് സ്വന്തമായി 3 ആഡംബര കാറുകളുണ്ടെന്ന് കണ്ടെത്തിയതായിട്ടാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയത്. വ്യാഴാഴ്ചയാണ് ദുബായ് പോലീസ് ഞെട്ടിക്കുന്ന കേസുകൾ പുറത്തുവിട്ടത്. ദുബായിൽ ഭിക്ഷാടനം നടത്തുന്നതിനിടെ അറസ്റ്റിലായ ഒരാളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾക്ക് 3 ആഡംബര കാറുകൾ സ്വന്തമായി ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. 3 ദിവസം മുമ്പ് ഒരു മാർക്കറ്റിൽ നിന്ന് പിടിയിലായ ഭിക്ഷക്കാരന്റെ പക്കൽ നിന്ന് 25,000 ദിർഹം, അതായത് ഏകദേശം 5.6 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു. തറയിൽ പായ വിരിച്ചിരുന്ന് ഭിക്ഷാടനം നടത്തിയിരുന്ന ഇയാൾ പണമെല്ലാം പായയുടെ അടിയിലാണ് ഒളിപ്പിച്ചിരുന്നത്. കുഞ്ഞിനെ കയ്യിലെടുത്ത് ഭിക്ഷാടനം, അതായത് മറ്റൊരു സംഭവത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്ത് ജനങ്ങളെ സഹതാപം പിടിച്ചുപറ്റി ഭിക്ഷാടനം നടത്തിയിരുന്ന ഐശ്യക്കാരൻ പിടിയിലായി. ഇയാളുടെ പക്കൽ നിന്ന് വിവിധ വിദേശ കറൻസികളായി 20,000 ദിർഹത്തോളം, ഏകദേശം 4.5 ലക്ഷം രൂപ കണ്ടെടുത്തു. വെറും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ഇയാൾ ഇത്രയും തുക സമ്പാദിച്ചത്. വിസിറ്റ് വീസയിലെത്തിയ ഇയാളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ജനങ്ങളുടെ സഹതാപത്തെ ചിലർ വൻതോതിൽ പണം സമ്പാദിക്കുവാനുള്ള മാർഗമായി ഉപയോഗിക്കുകയാണെന്ന് ക്രിമിനൽ ഫിനോമിന വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ അലി സാലിം അൽ ഷംസി വ്യക്തമാക്കി. ഭിക്ഷാടകർക്ക് പണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കരുതെന്നും അർഹരായ ഔദ്യോഗിക ജീവകാരുണ്യ സംഘടനകൾ വഴി മാത്രം സഹായങ്ങൾ നൽകുക എന്നുമാണ് അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. വിശുദ്ധ റംദാൻ മാസത്തിന് മുന്നോടിയായി ഭിക്ഷാടന വിരുദ്ധ പരിശോധനകൾ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ദുബായ് സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ജോലിസ്ഥലത്ത് നടത്തുന്ന സ്വകാര്യ ചിട്ടി നിക്ഷേപ പരിപാടികൾക്ക് സ്ഥാനങ്ങളുടെ വിലക്ക്. ഇത്തരം നിക്ഷേപക ചിട്ടി ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിലെ സാമ്പത്തിക പ്രശ്നങ്ങളും തർക്കങ്ങളും സ്ഥാപനങ്ങളിലെ തൊഴിൽ അന്തരീക്ഷത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഒരു നിയമ പിൻബലവും ഇല്ലാതെ ഇത്തരം പണം സ്വരൂപിച്ചാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് ജീവനക്കാർക്ക് മുന്നറിയിപ്പുണ്ട്. ജോലി സമയങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും. അത്യാവശ്യ ചെലവുകൾക്കുള്ള കരുതൽ എന്ന നിലയിലാണ് ജീവനക്കാർ പ്രതിമാസ കുറി പോലുള്ള സാമ്പത്തിക പരിപാടികൾ നടത്തുന്നത്. നറുക്കെടുപ്പിലൂടെയും മറ്റും ഗഡുക്കളായി അടച്ചു തീർക്കുന്ന പദ്ധതി പ്രവാസികൾക്കിടയിൽ സാധാരണയാണ്. പ്രതിമാസം 500, 1000, 5000, 10,000 ദിർഹം എന്നിങ്ങനെ ജീവനക്കാരുടെ വരുമാനം അനുസരിച്ച് പണം സ്വരൂപിച്ച് ക്രമപ്രകാരം അവകാശികൾക്ക് നൽകുകയാണ് ചെയ്യുക. ആദ്യ ചിട്ടി ഇതിന് നേതൃത്വം നൽകുന്ന വ്യക്തി എടുക്കും. ഇത്തരം ചിട്ടികളും കുറികളും പലപ്പോഴും സഹപ്രവർത്തകർക്കിടയിൽ പരാതികൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കാറുണ്ട്. വാക്കു തർക്കങ്ങൾ പരിധി വിടുമ്പോൾ അത് സ്ഥാപനങ്ങളിലെ സമാധാന അന്തരീക്ഷത്തെയും തൊഴിൽ സാഹചര്യത്തെയും വരെ ദോഷകരമായി ബാധിക്കും. ചിലത് കേസുകളായി മാറുകയും കോടതികൾ തീർപ്പാക്കേണ്ട സ്ഥിതിയും ഉണ്ടായി. 12-24 മാസം നീണ്ടു നിൽക്കുന്ന ഫണ്ടുകൾ വരെയാണ്. പണം കിട്ടിയ ചിലർ സ്വദേശങ്ങളിലേക്ക് മടങ്ങി തിരിച്ചു വരാതാകുമ്പോൾ ചിട്ടി പൂട്ടുന്നതായും വലിയ പ്രതിസന്ധിയായി. ഇത് നടത്തിപ്പുകാർക്ക് ബാധ്യതയാകുന്നതാണ് പല തർക്കങ്ങളുടെയും അടിസ്ഥാന കാരണം. ഒരുപാട് ജീവനക്കാരുള്ള ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം സമ്പാദ്യ പദ്ധതികൾ സാധാരണമാണ്. ചില സ്കൂളുകളിലും ഇത്തരം ചിട്ടികളുണ്ട്. ഒരു സ്കൂളിൽ തുടങ്ങിയ ചിട്ടിയിൽ സ്കൂളിന് പുറത്തുനിന്ന് വരെ ആളുകളെ ചേർക്കുന്നതും തിരിച്ചടവ് മുടങ്ങിയതോടെ ആളുകൾ കൂട്ടത്തോടെ സ്കൂളിലേക്ക് ചോദിക്കാൻ എത്തുകയും ചെയ്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ മാനേജ്മെന്റ് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അനൗപചാരിക സംവിധാനങ്ങൾ വഴി ഇത്തരം ഫണ്ട് ശേഖരണം രാജ്യത്ത് നിയമവിരുദ്ധമാണ്. ലൈസൻസ് ഇല്ലാതെ ഫണ്ട് ശേഖരിക്കുക, പ്രഖ്യാപിച്ച സാമ്പത്തിക നേട്ടം നൽകാതിരിക്കുക, വ്യക്തിഗത നേട്ടത്തിനായി ഫണ്ട് ദുരുപയോഗം ചെയ്യുക എന്നിവയെല്ലാം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയമാകുന്ന കേസുകളാണ്. ലൈസൻസ് ഇല്ലാതെ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യമായി കണക്കാക്കും. ഫെഡറൽ നിയമപ്രകാരം സാമ്പത്തിക തട്ടിപ്പ്, നിയമവിരുദ്ധമായി ഫണ്ട് ശേഖരിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇത്തരം കേസുകൾ കോടതികളിലേക്ക് റെഫർ ചെയ്യുക. നിയമവിരുദ്ധമായി സമ്പാദിച്ച ഫയലുകൾ കണ്ടുകിട്ടുന്നതിന് പുറമെ തടവ്, പിഴ എന്നീ ശിക്ഷകൾ ഇവർ നേരിടേണ്ടി വരും. മനഃപൂർവ്വമായ വഞ്ചന, വ്യാജ കരാറുകളുടെ രൂപീകരണം, വ്യക്തികളുടെ സംഭാവനകൾ, ചൂഷണം ചെയ്യൽ എന്നിവ കണ്ടെത്തിയാൽ ക്രിമിനൽ കേസായി മാറും.